ഹരേ കൃഷ്ണ. ഉത്സവം രണ്ടാം ദിവസം പന്തിരടി പൂജയ്ക്ക് ശേഷം ശ്രീഭൂതബലിയാണ്. ശ്രീഭൂതബലി സപ്തമാതാക്കളുടെ അവിടെ എത്തുമ്പോൾ, അതായത് നാലമ്പലത്തിൻ്റെ അകത്ത് ഭഗവാനെ സ്വർണ്ണ പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വയ്ക്കും. ഏകദേശം ഒരു അരമണിക്കൂർ ഉണ്ടാവുള്ളൂ. ശ്രീഭൂതബലി കാണുന്നത് അത്രയും ഉത്തമമാണ്. അതായത് ശ്രീഭൂതബലി സമയത്ത് 30 മുക്കോടി ദേവകൾ അവിടെ ഉണ്ടാവും എന്നാണ് വിശ്വാസം. 7 മണിക്ക് അത്താഴപൂജയ്ക്ക് ശേഷം വീണ്ടും ശ്രീഭൂതബലി ഉണ്ടാവും. അതിനുശേഷം ഭഗവാനെ വടക്ക് ഭാഗത്ത് സ്വർണ്ണ പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വയ്ക്കും. വാദ്യ കലാകാരന്മാരുടെ തായമ്പകയും ഉണ്ടാവും 1 മണിവരെ. 1 മണിക്ക് ശേഷം ചുറ്റുവിളക്ക്. അതിനുശേഷം 2 മണിയോട് കൂടിയിട്ട് ഭഗവാനെ അകത്തേക്ക് ആനയിക്കും. എന്നിട്ട് നടയടയ്ക്കും. അതുകൊണ്ട് ഭക്തർക്ക് എത്ര സമയം വേണമെങ്കിലും പഴുക്ക മണ്ഡപത്തിൽ ഭഗവാനെ നാമജപത്തിലൂടെ ദർശിക്കാൻ കഴിയും. പഴുക്ക മണ്ഡപം ദർശിക്കുന്നത് വളരെ പുണ്യം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും പഴുക്ക മണ്ഡപത്തിൽ ഭഗവാനെ ദർശിക്കാൻ കഴിയട്ടെ. ഹരേ കൃഷ്ണ.